നമസ്കാരം. ഈസ്റ്റർ ആഘോഷിച്ച ദിവസങ്ങൾക്ക് മുൻപ് നാട്ടിൽ നിന്ന് കുവൈറ്റിലേക്ക് മടങ്ങിയ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ നടുക്കത്തിലാണ് ബന്ധുക്കൾ. കുവൈറ്റിൽ കുത്തേറ്റു മരിച്ച സൂരജിന്റെയും ബിൻസിയുടെയും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പോലീസ് ഉൾപ്പെടെ ഏജൻസികളുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായാലുടൻ നാട്ടിലെത്തിക്കാനാണ് മലയാളി കൂട്ടായ്മ ശ്രമിക്കുന്നത്. കുവൈറ്റിലെ അബ്ബാസിയ യുണൈറ്റഡ് സ്കൂളിന് സമീപം ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന മലയാളി ദമ്പതികളുടെ മരണമേൽപ്പിച്ച ആഘാതത്തിലാണ് ബന്ധുക്കൾ. കുത്തേറ്റ് ചോര വാർന്നാണ് മരണം സംഭവിച്ചത്. ദൃക്സാക്ഷികളില്ലാത്ത കേസായതിനാൽ ശാസ്ത്രീയ വിവരങ്ങൾ നിർണായകമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഫ്ളാറ്റിലെ കെയർടേക്കറാണ് ഇരുവരെയും മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. സൂരജ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലും ബിൻസി പ്രതിരോധ മന്ത്രാലയത്തിലും നഴ്സുമാരാണ്. കുവൈറ്റിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ജോലി മാറാനായി മെഡിക്കൽ നടപടിക്രമങ്ങൾ വരെ പൂർത്തിയാക്കിയിരുന്നു ഇരുവരും. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിൽ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ വ്യക്തത വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ എന്താണ് നടന്നത് എന്ന് അറിയില്ല എന്നും അധികൃതർ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും മാതൃകാ ദമ്പതികളായിരുന്നു ഇരുവരെന്നും സൂരജിന്റെ കണ്ണൂരിലെ ബന്ധുക്കൾ പറയുന്നു. ദമ്പതിമാർക്ക് 3ാം ക്ലാസ്സിലും UKGയിലും പഠിക്കുന്ന മക്കളുണ്ട്. ഈസ്റ്റർ അവധിക്ക് വന്നപ്പോൾ കുട്ടികളെ ബിൻസിയുടെ വീട്ടിൽ നിർത്തിയാണ് ഇവർ കുവൈറ്റിലേക്ക് മടങ്ങിയത്. രാത്രിയിൽ ദമ്പതികൾ തമ്മിലുള്ള വഴക്കിന്റെ ശബ്ദവും സ്ത്രീയുടെ നിലവിളി ശബ്ദങ്ങളും കേട്ടിരുന്നുവെന്ന് അയൽക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ എന്താണ് നടന്നതെന്ന് മനസ്സിലായില്ല. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കിയതാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.